നമ്മളതാ ആനയ്ക്ക് ഫ്രൂട്ട്സ് കൊടുക്കാൻ പോകണം കേട്ടോ. കൈ കൊടുത്തു. ഇതാണ് കേട്ടോ ഏലക്കായ, അല്ല പച്ച ഏലക്കായ കണ്ട. സാറേ പെരിയാർ ടൈഗർ റിസർവോ? പെരിയാർ ടൈഗർ റിസർവ്. ഹായ് ഫ്രണ്ട്സ്, എക്സോഡിപീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ രാത്രി നെടുങ്കണ്ടത്താണ് വന്ന് സ്റ്റേ ചെയ്തത്. ഇവിടെ എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു വീട്ടിലാണ് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നലെ വേറൊന്നുമല്ല, ഞാൻ ഇന്നലെ തേക്കടിയിലോട്ടുള്ള റൂട്ടിൽ നല്ല ദൂരം ഉണ്ടായിരുന്നു. മൂന്നാറിൽ നിന്ന് ഒരുപാട് യാത്ര ചെയ്ത് 130-140 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് വന്നു. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫുള്ള് കാട് ഏരിയ ആയതുകൊണ്ട്, ഒരുപാട് ആൾത്താമസം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് നെടുങ്കണ്ടത്ത് എത്തിയപ്പോൾ സ്റ്റേ അടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ആദ്യം ഒരു KSEBിയുടെ ഒരു ഓഫീസിലേക്ക് കയറിപ്പോയി. അവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് ഒക്കെ ഫ്രണ്ടിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ കയറിയപ്പോഴത്തേക്കും അവർ എന്നെ അവിടെ എന്ന് വെച്ചാൽ അവിടെ ഔട്ട്സൈഡേഴ്സിന് അലോഡല്ല, അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് വീണ്ടും നെടുങ്കണ്ടത്ത് നിന്നും തേക്കടി റൂട്ടിൽ ഒരു 5 കിലോമീറ്റർ വന്നപ്പോഴത്തേക്കും ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു പള്ളിയുടെ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ അവിടെ പെരുന്നാൾ നടക്കാൻ പോവാണ്. അപ്പോൾ ലൈറ്റൊക്കെ ഇടുന്ന കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയി പെർമിഷനൊക്കെ ചോദിച്ചിട്ട് ടെൻ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അവസാനം ടെൻ്റൊക്കെ അടിക്കാൻ സമ്മതിച്ചു. അവരെൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് ID കാർഡൊക്കെ കാണിച്ചു. അങ്ങനെ ടെൻ്റൊക്കെ അടിച്ചു. അവിടെ കിടക്കാൻ വേണ്ടി ടെൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി. നല്ല കാറ്റുണ്ട് കേട്ടോ, ഇവിടെ ഇപ്പോഴും നല്ല കാറ്റുണ്ട്. ഇന്നലെ രാത്രി നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ടെൻ്റൊക്കെ പറക്കാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ടെൻ്റൊക്കെ അടിച്ച് വെച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഒരു ചേട്ടൻ തന്നെ, അതായത് പള്ളിയിലെ കമ്മിറ്റിയിലുള്ള ചേട്ടൻ തന്നെ പറഞ്ഞു ഇവിടെ നല്ല കാറ്റുണ്ട്, തണുപ്പത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ഇതാ അങ്ങനെ ആ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്ന. കണ്ടില്ലേ, നല്ല വീട് കണ്ടില്ലേ ഗൈസ്. ഇതുപോലുള്ള യാത്രകളിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്. നമ്മളായിരുന്നു ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വരെ നമുക്ക് വേണ്ടി പല ഹെൽപ്പുകളും ചെയ്തു തരുന്നുണ്ട് കണ്ടോ. അങ്ങനെ ഒരു സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് വീട്ടിലേക്കുള്ള വഴി. എൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി വന്നു, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ തന്നെ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ എൻ്റെ കയ്യിൽ വട്ടവളിൽ നിന്നും, അതായത് കൽപ്പന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ ഞാൻ കുറച്ച് ഇവർക്കൊക്കെ കൊടുത്തു. ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ ഇവർക്കൊക്കെ കൊടുത്തു. ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഓറഞ്ചും പാഷൻ ഫ്രൂട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഞാൻ ഇവിടെ നിന്ന് നേരെ ഇനി പോകുന്നത് തേക്കടിയിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 35-38 കിലോമീറ്ററോളം തേക്കടിക്കുണ്ട് ഗൈസ്. അങ്ങനെ നെടുങ്കണ്ടത്തിനടുത്ത് പാമ്പാടും പാറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നിന്നും നേരെ ഇനി ഞാൻ യാത്ര ഇരിക്കാൻ പോവാണ് തേക്കടിയിലേക്ക്. പോയിട്ട് ചേട്ടാ, ബൈ. നല്ല മനുഷ്യരാട്ടോ അവിടെ ഉള്ളത്. ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടിയിട്ട് എന്തോരം കാര്യങ്ങൾ അവർ ചെയ്തു തന്നു എനിക്ക് നല്ലപോലെ അറിയാം. സോ ഞാൻ ഇവിടെ നിന്നും കണ്ട യാത്ര ഇരിക്കാൻ പോവാണ്. മൂന്നാറിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ എനിക്കിവിടെ വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്, തണുപ്പുണ്ടില്ല എന്നല്ല, പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് തണുപ്പ് തോന്നുന്നില്ല. അവിടെ നിന്ന് 2-3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് മൂന്നാറിലെ യാത്ര ആയതുകൊണ്ട് എനിക്ക് അത്രത്തോളം തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല ഗൈസ്. ചെറിയ തണുപ്പുണ്ട്, തണുപ്പ് ചെറുതായിട്ടുണ്ട്. പിന്നെ കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പ് കൈക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പോകാം. നേരെ തേക്കടി റൂട്ടിലാണ്. ഈ വഴിയാണ് കേട്ടോ നമ്മളിന്നലെ രാത്രി ആ ചേട്ടൻ്റെ ഒപ്പം പോയത്, വീട്ടിൽ ബിനോ ചേട്ടൻ്റെ ഒപ്പം. ഗൈസ്, ഇപ്പോൾ നമ്മൾ രാവിലെ യാത്ര തിരിച്ചിട്ട് കുറച്ച് നേരം, അരമണിക്കൂറായി. ഇപ്പോൾ ദാ വണ്ടൻമേട് എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടൻമേട് ടൗൺ എത്തിയിട്ടുണ്ട്. ഇടുക്കി ആയതുകൊണ്ടും ജനുവരി ആയതുകൊണ്ടും അതിരാവിലെ ആയതുകൊണ്ടും ഇന്ന് സൂര്യപ്രകാശം ഇതുവരെ എത്താത്തത് കൊണ്ടും കുഴപ്പമില്ലാത്തൊരു തണുപ്പുണ്ട്. നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് കൊണ്ടും തണുപ്പുണ്ട് ഗൈസ്. അങ്ങനെ ഞാനിപ്പോൾ കുമളി ടൗൺ എത്തി. ഇടയ്ക്ക് ഇറങ്ങി നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ എലിഫൻറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു എലിഫൻറ്റ് പാർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടേക്കാണ് ഇനി ഞാൻ ആദ്യം പോകാൻ പോകുന്നത്. ഇതാണ് എലിഫൻറ്റ് ജംഗ്ഷൻ, എലിഫൻറ്റ് സഫാരിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്പൈസ് പാർക്ക്, ഇവിടെ സ്പൈസ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്കും കൂടെ ഉണ്ട്. ഇതല്ല എലിഫൻറ്റ് ജംഗ്ഷൻ.
ഓ അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കുമളിയിലാണുള്ളത്. ഇവിടെ കാര്യമുട്ടംസ് എലിഫൻറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്ന എലിഫൻറ്റ് സഫാരിയും സ്പൈസ് ഗാർഡനൊക്കെ ഉള്ള സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് സ്പൈസ് പാർക്കാണ്. അതായത് കാര്യമുട്ടംസ് എലിഫൻറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്പൈസ് പാർക്കാണ് കേട്ടോ ഇത്. ഹലോ കേട്ടോ, ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് രാജു. കാര്യമുട്ടം വീട്ടുപേര്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ഉള്ളത്? നമ്മളിവിടെ എലിഫൻ്റ് റൈഡ്, ജീപ്പ് സവാരി, പിന്നെ നമുക്ക് സ്പൈസസ്, ഏലം, കുരുമുളക്, ഗ്രാമ്പൂ, കാപ്പി, കൊക്കോ, ജാതി, പിന്നെ ആയുർവേദ മെഡിസിൻസ് പ്ലാന്റുകളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതെല്ലാം എൻട്രി ഇതിനകത്തുണ്ട്. എൻട്രി ഫീസ് ഉണ്ടോ ഇവിടെ? എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ വന്ന ആളുകൾക്ക് ആണെങ്കിൽ വന്ന് കണ്ടൊക്കെ നമ്മൾ ഇവിടെ വല്ല സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. അതേ ഉള്ളൂ അല്ലേ? അല്ല എൻട്രി ആയിട്ട് ഫീസ് ഒന്നും ഇല്ല, കുഴപ്പമില്ല അല്ലേ? ആർക്കും ഇവിടെ വരാം. എലിഫൻസിന്റെ റൈഡ് ഉണ്ടല്ലേ? റൈഡ് ഉണ്ട്. അത് 600 രൂപയാണ് ചാർജ്. ഓക്കെ ഓക്കെ. എത്ര സമയമാണ്? 20 മിനിറ്റ്. ഒരാൾക്കാണോ അല്ലേ? ഒരാൾക്ക് പെർ ഹെഡ് ആ ചാർജ്. ഓക്കെ ഓക്കെ. പിന്നെ എലിഫന്റ് തന്നെ വേറൊരു പ്രോഗ്രാം ഉണ്ട്, ബാത്ത് ആൻഡ് ഷവർ. 20 മിനിറ്റ്സ് റൈഡും വിത്ത് ആന. പിന്നെ നിങ്ങൾ കയറുന്ന ആളുകളെ കുളിപ്പിക്കണമെങ്കിൽ ആന വേണേ നിങ്ങൾക്ക് കുളിപ്പിക്കാം. ആന നമ്മളെ കൂടെ അതെ. ഓക്കെ ഓക്കെ. കൊള്ളാം. എലിഫന്റ് റൈഡും ഉണ്ട്, പിന്നെ ബാത്ത് ആൻഡ് ഷവർ, അതായത് നമുക്ക് ആനയുടെ കൂടെയൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എലിഫന്റ് പാർക്കിന്റെ ഉള്ളിലേക്ക് പൊക്കോണ്ടിരിക്കണം. എന്താ സംഭവം? പോകുന്ന വഴിക്കുള്ള ജാതി മരമാണ് കേട്ടോ. ജാതിക്കയാണ് ഫുള്ള് കായ്ച്ചു നിൽക്കുന്നത്. നട്ട്മെഗ്, ജാതിക്ക കണ്ടില്ലേ? ഇതെല്ലാം ഔഷധ സസ്യങ്ങളാണ് കേട്ടോ. ഒരുപാട് സ്പൈസസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും വലിപ്പത്തിലുള്ള കുരുമുളകാണിത്. ഇത് ആടലോടകത്തിൻ്റെ മരമാണ് കേട്ടോ. ആടലോടകം ചെടി. ഇതെല്ലാം ഔഷധ സസ്യങ്ങളാണ്. ഒരുപാട് കുരുമുളക് വരുന്ന സ്ഥലത്ത് മൊത്തം നമുക്ക് കുരുമുളകാണ് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ ഏലക്കയുടെ ചെടിയാണ്. നമ്മൾ വട്ടവടയൊക്കെ പോയ സമയത്ത് ഏലച്ചെടി കണ്ടിരുന്നു, ചെറിയ രീതിയിൽ കണ്ടില്ലേ? ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഏലക്കയുണ്ട്. ഏലക്ക കായ്ക്കുന്നത് വേരോട് ചേർന്ന് കണ്ടില്ലേ? ഇതൊക്കെയാണ് ഏലക്ക കണ്ടില്ലേ? ഒരെണ്ണം പറിച്ചോട്ടെ? ഒരെണ്ണം പറിക്കാമോ? ഇത് ഫുള്ള് ഏലക്ക ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നതാണ്. ഇവിടെ തോട്ടത്തിൽ ആൾക്കാർ ഇതാ ഏല പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? നോക്കട്ടെ. കണ്ടില്ലേ? ഇതാണ് കേട്ടോ ഏലക്കായ. അല്ല, പച്ച ഏലക്കായ കണ്ട. എത്ര നാളെടുക്കും വിളവെടുക്കാൻ വേണ്ടിട്ട്? വിളവെടുക്കാനായിട്ട് 40-45 ദിവസം കഴിഞ്ഞ്. ചെടി നട്ടിട്ടാണോ? നട്ടിട്ടില്ല, നട്ടിട്ട് 2 വർഷം. 2 വർഷം എടുക്കും അല്ലേ? രണ്ടാമത്തെ വർഷത്തിലിരുന്ന് ചിരി എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് ആകുമ്പോ 40 ദിവസം 45 ദിവസം ആകുമ്പോ കൂടുമ്പോ എടുക്കാം. മാസത്തിൽ 45 ദിവസം ആകും. ഞങ്ങള് എടുത്തോണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. വളരെ സന്തോഷം. ഏലക്ക ഉണ്ടല്ലേ? പച്ച ഏലക്ക. പറഞ്ഞെടുക്കണേ. വളം എടുത്തുതരാം. എടുക്കാം, കുഴപ്പമില്ല. വളമായിട്ട് എടുത്തുതരാം. ഇത് ഇതില് എന്റെ വളം. ഏലക്ക പറിക്കുന്നുണ്ടല്ലേ? എല്ലാം എടുത്ത് ഓരോന്നോരോന്നായിട്ട് നുള്ളി എടുക്കണല്ലേ? കെയർഫുൾ ആയിട്ട്. ஆமா அதுல அப்படி எடுக்கிற ஒரு அங்க உள்ள ஏடு குனிஞ்சு தானே இருக்கு. ஏடு 2 காய் ஓடாது. எங்க முதலாளிக்கு தானே കണ്ടില്ലേ? അവര് കായൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ ഇതുപോലെ ബക്കറ്റില്. കണ്ടില്ലേ? പന്തൽ പോലെ ഇങ്ങനെ നല്ല അടിപൊളി. ഇതെന്ത് നല്ലൊരു ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ. പപ്പായ ഉണ്ടല്ലേ? പപ്പായയുടെ വലിപ്പം കണ്ടോ? നല്ല ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പപ്പായാണ്. നല്ല വലിയ പപ്പായൊക്കെയാണ് നിൽക്കുന്നുണ്ടല്ലേ? ഈ ഒരു വലിയ പപ്പായക്ക് എത്ര കിലോ വരും? അതൊരു 1-2 കിലോ. 2 കിലോയ്ക്ക് അടുത്ത് തൂക്കം വരുന്ന ഒരു വലിയ പപ്പായ കേട്ടോ അത്. ഗൈസ്, ഇത് കുരുമുളക് ചെടി. പിന്നെ ഇതാണ് ഗ്രാമ്പു കേട്ടോ. ഗ്രാമ്പൂവിൻ്റെ ചെടിയാണിത്. മരമല്ലേ? ഗ്രാമ്പൂവിൻ്റെ മരം കണ്ടില്ലേ? എല്ലാം പച്ച ഇങ്ങനെ മൊട്ടിട്ട് വരുന്നതേ ഉള്ളൂ. ഇത് വളഞ്ഞതിന് ശേഷം എടുത്തിട്ട് ഉണക്കുമല്ലേ? ഗൈസ്, ഈ കാണുന്ന കേട്ടോ കറുവാപ്പട്ടയുടെ മരം. അതായത് കറുവ. ഇതിൻ്റെ സ്കിന്നാണ് കറുവാപ്പട്ടയായിട്ട് എടുക്കുന്നതാണ്. അതിൻ്റെ ഇലയാണ് ഞാൻ പറിച്ചത്. ഇതിനും അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ട്. പക്ഷേ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ തോടാണ് യൂസ് ചെയ്യണത്.
ഇത് മൊത്തം ഏലത്തിൻ്റെ തോട്ടം കേട്ടോ. ഗൈസ് ഇവിടെ ഉള്ളത് സ്പൈസ് ഗാർഡനാണ്. പിന്നെ എലിഫൻസിൻ്റെ സഫാരിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കുറച്ചപ്പുറത്താണ്. അപ്പോൾ അവിടേക്ക് ഇവിടെ ഉള്ള ചേട്ടനാണെങ്കിൽ എന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട്. അവർ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഹായ് ചേച്ചി. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ബിന്ദു. ഓക്കെ. അപ്പോൾ എലിഫൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുന്നത് ചേച്ചിയാണല്ലേ? ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളത്? ഇവിടെ നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്നത് എലിഫന്റ് റൈഡ് ഉണ്ട്, പിന്നെ എലിഫന്റ് ഫീഡിംഗ് ഉണ്ട്, ഫോട്ടോഷൂട്ട് ഉണ്ട്. പിന്നെ നേരത്തെ ആനയെ കുളിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ആണ്, അതിപ്പോ ഇല്ല. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഇതാണ്, ഈ ആനയാണ് മണികണ്ഠൻ. അവനിപ്പോ ഉത്സവത്തിന് പോയി, അത് കാരണം കൊണ്ടില്ല. ഓ അങ്ങനെ. അല്ലാതെ ഉണ്ടാവും. അല്ലാതെ തിരിച്ചു വരുമ്പോണ്ട്. ഇനി നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരും. 3 മാസം കഴിഞ്ഞിട്ട് പുള്ളി വരും. പുള്ളി ഒരു സ്റ്റാറാണ് ഇവിടുത്തെ മണികണ്ഠൻ. അവന് 35 വയസ്സ്. അപ്പൊ നമുക്ക് ആനയുടെ കൂടെ കുളിക്കാം, അതിന് ഫുഡ് കൊടുക്കാം, അങ്ങനെയൊക്കെ കുറച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, നമുക്ക് റൈഡ് മാത്രം. ബാക്കി ജീപ്പ് സഫാരി ഉണ്ട്, ജംഗിൾ പ്രോഗ്രാം ഉണ്ട്. അത് ഇവിടെ തന്നെയാണ്. നമ്മൾ 2-3 ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അത് ജംഗിൾ ടൂർ ചെയ്യുന്നത്, ഒന്ന് സത്രം ചെയ്യുന്നുണ്ട്. സത്രം, പിന്നെ ഫുൾ ഡേ പ്രോഗ്രാം ഉണ്ട്, ഗവി. അത് രാവിലെ 5:30 തുടങ്ങി വൈകിട്ട് 3:30-4 മണിയാകുമ്പോൾ തീരുന്നൊരു പ്രോഗ്രാം. പിന്നെ ഒരെണ്ണം ആങ്ങമൊഴി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ അതും ഫുൾ ഡേ ആണ്. പിന്നെ കേരള, തമിഴ്നാട് മുന്തിരിത്തോട്ടവും ഒക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ. ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇന്നലെ വരെ നല്ല തിരക്കായിരുന്നു. ജനുവരി ആയില്ല, സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും തിരിച്ചു വീട്ടിൽ പോയില്ല, അതുകൊണ്ട് കുറച്ച് തിരക്കുറവുണ്ട്. ഓക്കെ. എലിഫന്റ് സഫാരി പാർക്കിനുള്ളിലാണ്. ഇവിടെ കുറച്ച് ആനകളൊക്കെ സഫാരി പോയിട്ടുണ്ട്. ഇവിടെ 3 ഉണ്ട്. 3 ഇപ്പൊ 2 ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ലി ആണല്ലേ? അതെ, വേറെ കുഴപ്പമൊന്നുമില്ല. കെയർഫുൾ ആയിട്ട് അതൊക്കെ നിന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചാടി വരും. ഇത് കുറച്ച് ഡേഞ്ചറാണെന്ന് പറഞ്ഞവൻ. 35 വയസ്സുണ്ടോ? ആ ഓക്കെ. അതെ പിടിയാനായിട്ടോ അത്. ഇതിനകത്ത് കൊടുക്കട്ടെ? അതൊക്കെ തന്നെ എടുത്തു ആണല്ലേ? അത്ര സോഫ്റ്റ് ഒന്നും അല്ലല്ലേ? കുഞ്ഞു രോമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ തുമ്പിക്കടുത്ത്. കാണുമ്പോൾ അല്ല, നല്ല സെൻസിറ്റീവ് അല്ലേ? ഏത് ചെറിയ ടച്ചും സെൻസ് ചെയ്യുമല്ലോ. അതെ എവിടെ നമ്മൾ എവിടെ നമ്മൾ നൈറ്റായിട്ട് ടച്ച് ചെയ്താലും അറിയാമല്ലേ? അതല്ലേ? അതെ, ഭയങ്കര സെൻസിറ്റീവാണ്. ഈ മൊത്തം രോമങ്ങളുണ്ട്. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴല്ല, നമ്മളെ ചെറിയ രോമങ്ങൾ ഓടി തോട്ടുണ്ട്. ഇവനിപ്പോൾ എത്ര വയസ്സുണ്ടാവും? 25 വയസ്സായി. ഇതാണ് അല്ലേ? പെണ്ണാണ്. ഓക്കെ. പാഞ്ചാലി. ഇതിന്റെ മേളിൽ 2-3 പേര് കയറിയാൽ ഇവർക്ക് പ്രശ്നമില്ലല്ലേ? അങ്ങനെ 2 പേരെ കയറത്തുള്ളൂ അല്ലേ? ഇവരുടെ ഉത്സവത്തിനൊക്കെ നമ്മൾ കാണാം. അത് കുറച്ച് നേരത്തെ പരിപാടിയല്ലേ? അതെ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇതുപോലെ ആനയുടെ ഇത്രയും അടുത്ത് നിന്ന് തൊടുന്നത്. നമ്മൾ നോർമലി നമ്മുടെ തുമ്പിക്കയിലൊക്കെ ദൂരെ നിന്നൊക്കെ തൊട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അടുത്ത് നിന്ന് കായലിലൊക്കെ വരുന്ന ഫസ്റ്റ് ടൈമാണ്. അതിനപ്പുറത്തൊന്നും ഞാൻ അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. അതെ അത് കണ്ടിട്ട് അതിനേക്കാളൊക്കെ സുഖം ഇതല്ലേ? 2 പേര് മാത്രമല്ലേ വെള്ളിൽ കയറുന്നു. വലിയ ആനകളെ കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. സവാരിക്ക് വരുന്നവരൊക്കെ ഫ്രൂട്ട്സ് കൊടുക്കും ഇഷ്ടം പോലെ. അതെ ഫ്രൂട്ട്സ് കൊടുക്കുന്നു. കൊടുക്കാം. പിന്നെന്താ, സന്തോഷമേ ഉള്ളൂ അതിന്. 300 കിലോയാ? 300 കിലോ എന്ന് പറയുമ്പോൾ ഈ മൊത്തം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെയൊക്കെയല്ലേ? ഇത് കഴിക്കും. പിന്നെ ബ്രെഡ് തിന്നും. ബ്രെഡ് കൊടുക്കും. ബ്രെഡ് കഴിക്കും. വൈകുന്നേരം 5 കിലോ അരിയുടെ ചോറുണ്ട് എല്ലാ ദിവസവും ഡെയിലി. പിന്നെ രാവിലെ വെള്ളം കൊടുക്കും 3 നേരം. രാവിലെ കഴുക്ക് എല്ലാ ദിവസവും രാവിലെ കുളിപ്പിക്കണം. എല്ലാ ദിവസവും ഓസ് അടിച്ചാൽ മതി അല്ലേ? അല്ല, ഇവിടെ കിടത്തി 2 സൈഡും ബ്രഷിന് നല്ലപോലെ വാഷ് ചെയ്യും. ഇവിടെ എല്ലാം വൃത്തിയാക്കും. തറയല്ല, വേസ്റ്റ് എല്ലാം വാരിക്കളഞ്ഞ്. തണ്ടോടം കഴിക്കും അല്ലേ? അത് അതിൻ്റെ ഇതുണ്ട്. ഈ പുറത്തെ തൊലി മാത്രം പൊളിച്ചോളാം. അതിനകത്തുള്ള ചോറ് പോലെയാണ് അത്. അങ്ങനെ വേവിച്ചോളും പെട്ടെന്ന്.
നമ്മളതാ ആനയ്ക്ക് ഫ്രൂട്ട്സ് കൊടുക്കാൻ പോകണം കേട്ടോ. കൈ കൊടുത്തു. ആ അതിലോട്ട് കൊടുത്തു. വ്യവസായി ഇലക്കുന്നു. പതുക്കെ പതുക്കെ കഴിക്കുള്ളൂ അല്ലേ? ആ അതൊക്കെ കഴിക്കും. അതാണല്ലേ തുപ്പിക്കാണ്. നല്ല വലുതാണെങ്കിൽ നല്ല ഗ്രിപ്പാണല്ലോ ഇതിന്. ആണല്ലേ. ഇതാട്ടോ ഓഫ് റോഡ് ജീപ്പ് സഫാരിക്കൊക്കെ പോകുന്ന ജീപ്പുകളാണിത്. കണ്ടില്ലേ? ബാക്കിയൊക്കെ സഫാരിക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ. ചേട്ടന്മാരൊക്കെ കേട്ടോ നമ്മൾ ജീപ്പ് സഫാരിക്കുള്ള കൂടെ പോകുന്ന ഗൈഡും കാര്യങ്ങളൊക്കെ. ഹലോ ഏട്ടാ, ഇവിടെ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? ടൈമിംഗ് എങ്ങനെയാണ്? നമ്മൾ മോർണിംഗ് 5 to ഈവനിങ് 5 വരെ. ഓക്കെ ഓക്കെ. നമുക്ക് സഫാരി മാത്രമാണോ അതോ സ്റ്റേയിങ് ഓപ്ഷൻ കൂടെ ഉണ്ടോ ഇവിടെ? സ്റ്റേ ഓപ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ആണല്ലേ. എവിടേക്കാണ് നിങ്ങൾ ലോങ് പോകുന്നത്? എത്രത്തോളം ലോങ് ആണ്? നമ്മൾ ലോങ് പോകുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ഇപ്പോൾ കാൽവരി കൊണ്ട് പോകുന്നുണ്ട്. അതല്ലാതെ നമുക്ക് പാങ്ങമുടിയുന്നുണ്ട്. അത് 100 കിലോമീറ്റർ ഫുള്ള് ഡീപ്പ് ഫോറസ്റ്റിനകത്ത്. ആണല്ലേ. ഫുള്ള് ഫോറസ്റ്റിനകത്ത് നമുക്ക് മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലാണോ? ആങ്ങുടി നല്ല ചാൻസ് ഉണ്ട്. ഉണ്ടല്ലേ. കാരണം 100 കിലോമീറ്റർ തന്നെ ഡീപ്പ് ഫോറസ്റ്റിൻ്റെ അകത്തൂടെ കക്കി ഡാം നമ്മൾ പമ്പാവലി കക്കി ഡാം ആ റൂട്ടിൽ കൂടെ കയറി ഗവിക്കകത്തൂടെ കയറി വരുന്നതല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലേ, ആനയുടെ പുറത്തുള്ള സഫാരിയാണ് ഇപ്പോൾ കണ്ടില്ല. അവർ മേളിലേക്ക് കയറുന്നത് ഇങ്ങനെയാണ്, ഈ വഴിക്കാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ലൈവായിട്ടുള്ള നമ്മുടെ ഡ്രോയിങ്സ് ഒക്കെ, പെൻസിൽ ഡ്രോയിങ് ഒക്കെ ഇവിടെ വരയ്ക്കുന്നൊരു ചേട്ടനുണ്ട്. പുള്ളിക്കാരൻ വരച്ച ഡ്രോയിങ്സ് ഒക്കെയാണ് കേട്ടോ നമ്മളീ കാണുന്നത്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ആ ചേട്ടൻ്റെ പേര് ഹരിലാൽ പാമ്പാടി എന്ന് പറയുന്ന ചേട്ടനാണ് കേട്ടോ ഇതെല്ലാം വരച്ചേക്കുന്നത്. ആനയും കൊണ്ട് ആനപ്പുറത്ത് കയറി സഫാരി നടക്കുന്നുണ്ട് കേട്ടോ. ഇത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളപ്പോൾ സ്പൈസ് പാർക്കിൽ നിന്ന് യാത്ര ചെയ്യിക്കാൻ പോവാണ്. ഇത് നേരെ പെരിയാർ ടൈഗർ റിസർവിലേക്ക്. നമ്മൾ കുമളി ടൗൺ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി ടൈഗർ റിസർവിലേക്ക്, അതായത് പെരിയാർ ടൈഗർ റിസർവിലേക്കാണ് ഞാൻ പോകുന്നത്. പോലീസുകാർക്ക് ചോദിച്ചു നോക്കാം എങ്ങോട്ടാണ്. ഇത് എങ്ങോട്ടാണെന്ന് തോന്നുന്നു. സാറേ, പെരിയാർ ടൈഗർ റിസർവോ? പെരിയാർ ടൈഗർ റിസർവ് ആ എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 10-100 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് എടുക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു. നാട്ടിൽ തേക്കടി 4 കിലോമീറ്റർ ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അവിടെ നിന്ന് ലെഫ്റ്റ്. തേക്കടി ഗൈസ്, ഇവിടെ വന്നിട്ട് വേണം നമുക്ക് തിരിച്ച് പോകാനായിട്ട്. വണ്ടിപ്പെരിയാർ വഴിയാണ് നമുക്കിനി അടുത്ത് പോകേണ്ടത്. ഇനി ഗവിയിലേക്കാണെങ്കിലും പീരുമേടിലേക്കാണെങ്കിലും വണ്ടിപ്പെരിയാർ വഴിയാണ് പോകാൻ. പെരിയാർ ടൈഗർ റിസർവിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇവിടെ. ബോട്ടിങ്ങിൻ്റെ എൻട്രൻസ് ഇതിലാണ്. ബോട്ടിങ് 4 കിലോമീറ്റർ ഇവിടെ വെച്ചിട്ട് വേണം അല്ലേ? ശരി ശരി ശരി. നമുക്ക് ഈ വഴിയിൽ നിന്നും കുറച്ച് ദൂരം മാത്രമേ ബൈക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം ഫോറസ്റ്റിൻ്റെ ബസ്സിൽ വേണം പോകാനായിട്ട്. സാറേ, ഒരു ലഗേജ് ഇവിടെ വയ്ക്കാൻ പറ്റുമോ സാറേ? ലഗേജ് ഇവിടെ വയ്ക്കാൻ പറ്റുമോ? വയ്ക്കാൻ പറ്റില്ല. അവിടെ ചോദിച്ചു പറഞ്ഞ് ഇവിടെ പറയാൻ പറഞ്ഞു. ക്ലോക്ക് റൂം കിട്ടില്ലേ ഇവിടെ? അപ്പോൾ ഞാൻ ലഗേജ് എന്ത് ചെയ്യും? ബാഗിൽ കുറച്ച് കൂടുതൽ ഇതുണ്ട്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ എൻട്രൻസിൻ്റെ മുമ്പിലാണ് കേട്ടോ. ഇവിടെ ബൈക്ക് ഇവിടെ വെച്ചു. ലഗേജൊക്കെ നമ്മൾ അപ്പുറത്തൊരു റെസ്റ്റോറൻറ്റിലാണ് വെച്ചേക്കണേ. പിന്നെ നേരെ ഇനി ഉള്ളിലേക്ക് പോകാം കേട്ടോ.